ഹംഗ്രി മൃണാളിൽ വന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന് പണം തരണ്ട. എന്റെ പൊന്നോ വേണ്ട. ഞങ്ങൾക്ക് 3 റെസ്റ്റോറന്റ് ഉള്ളത് വൈറ്റ്ല ജംഗ്ഷൻ, കച്ചേരിപ്പടി ഹൈക്കോർട്ടിന്റെ അവിടെ, എടപ്പള്ളി ലുലുവിന്റെ അടുത്ത്. ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. ഞങ്ങൾക്ക് 3 റെസ്റ്റോറന്റ് ഉള്ളത്. എവിടെ വേണം നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചോ ആ ബില്ലിന്റെ പുറകില് നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എഴുതി കൊടുക്കാം. അവിടെ കൊടുത്താൽ മതി. എനിക്ക് നിങ്ങളെ വിളിച്ച് ചോദിക്കാറോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്ത് പറ്റി, എന്താ കാര്യം എന്ന്. അതിനുവേണ്ടി ഞാൻ പേര് നമ്പർ കിട്ടും. അല്ലാണ്ട് അത് പണം തരാതിരിക്കാൻ ഒരു കണ്ടീഷനും. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ. അതെന്തായാലും നമ്മൾ തിരിച്ചു തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിൽ ഗിവ് ഇറ്റ് ബാക്ക്. അത്ര ആത്മവിശ്വാസം ഞാൻ. ഓഹോ, അപ്പൊ ഇത് ഇയാളുടെ തെറ്റല്ല, എനിക്ക് കഴിക്കാൻ അറിയാത്തന്റെ. കഴിഞ്ഞൊരു വർഷമായിട്ട് ഗംഭീര ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഹംഗ്രി മൃണാളിനെതിരെ. എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. അത് അസൂയ. ആയിരക്കണക്കിന് പേര് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്, ഒരു സാധാരണ ഒരു ആവറേജ് മനുഷ്യനെ, അത് നടത്തുന്ന ആവറേജ് മനുഷ്യനെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഒരു സംഭവം കേരളത്തിൽ അതിന് മുമ്പ് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്നും എനിക്ക് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. തെറ്റിദ്ധരിച്ചിട്ട് അങ്ങോട്ട് വരാതായിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ ചില കുബുദ്ധികൾ എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുടെ കളിവിളയാട്ടമാണ് ഇതെന്നും 10,000-കണക്കിന് രൂപ ചെലവാക്കിയിട്ട് 1 സ്റ്റാർ റേറ്റിംഗ് ഗൂഗിളിൽ ഇടിക്കുക, സൊമാറ്റോയിൽ ഇടിക്കുക, സ്വിഗ്ഗിയിൽ ഇടിക്കുക. ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ അപ്പഴാ പറഞ്ഞല്ലേ. പിന്നെ ഇയാൾക്കെതിരെ മാത്രം തന്നെ ഇത്രയും. അതിനുള്ളൂ ഞാൻ പല സ്ഥാപനങ്ങളും റിവ്യൂ ചെയ്തിട്ടുണ്ട്. ബഹുഭൂരിഭാഗവും ഞാൻ നല്ലതേ പറഞ്ഞിട്ടില്ല. അതായത് ഞങ്ങളുടെ ഈ കോൺസെപ്റ്റ് വിജയിച്ചാൽ അതൊരു പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ട് പണം ചെലവാക്കി മുളയിലേ നുള്ളുക. അങ്ങനെയാണല്ലേ.